തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആലപ്പുഴ സിപിഐഎമ്മിൽ പൊട്ടിത്തെറി. കായംകുളം, അരൂർ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ പരാജയത്തിൽ എംഎൽഎമാർക്ക് കടുത്ത വീഴ്ചയെന്ന് സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ന്യൂസ് 18നോടാണ് പ്രതികരണം. മണ്ഡലങ്ങളിൽ ജനകീയ അടിത്തറ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പാർട്ടിയെ ശിഥിലമാക്കി. പരാജയത്തിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ വെക്കാനാകില്ലെന്നും നാസർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ട ജില്ലകളിലൊന്ന്, പ്രത്യേകിച്ച് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇടതു കോട്ടയായി നിന്ന ആലപ്പുഴയിൽ വലിയ ഇളക്കം തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചു. നമ്മളോടൊപ്പമുള്ളത് സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. വലിയൊരു ശക്തി കേന്ദ്രം, ഇടതിന്റെ ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ. എന്താണ് ആലപ്പുഴയിൽ തവണ സംഭവിച്ചായി കരുതുന്നത്? ആലപ്പുഴയിലെ ശക്തി കേന്ദ്രങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളും LDF തന്നെയാണ് വിജയിച്ചത്. ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ 3 മണ്ഡലങ്ങളിൽ LDF വിജയിച്ചു. ബാക്കി 6 മണ്ഡലങ്ങളിലാണ് പരാജയം ഉണ്ടായത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യവും UDF ജയിച്ച മണ്ഡലമാണ് ഹരിപ്പാട്. ബാക്കി 5 മണ്ഡലങ്ങളാണ് LDF ജയിച്ചത്. ആ LDF ജയിച്ച മണ്ഡലത്തിൽ പരാജയം സംബന്ധിച്ചുള്ള പരിശോധന ഞങ്ങൾ ഗൗരവമായി നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന 3 മണ്ഡലങ്ങൾ, അതായത് തോൽവിക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെട്ട 3 മണ്ഡലങ്ങളായിരുന്നു. ഒന്ന് കായംകുളം, സിറ്റിംഗ് MLAമാർക്ക് സാധ്യത കുറവ് എന്ന് വിലയിരുത്തപ്പെട്ട മണ്ഡലമായിരുന്നു കായംകുളം, അരൂർ, ഒപ്പം തന്നെ അമ്പലപ്പുഴ. ഇവിടങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം മാറ്റി ചിന്തിക്കാത്തത്, സ്ഥാനാർത്ഥി സംബന്ധിച്ച് മാറ്റി ചിന്തിക്കാത്ത തിരിച്ചടിയാൻ തോന്നുന്നുണ്ടോ? അതിപ്പം നമ്മൾ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സമയത്ത് അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് ചിന്തിച്ചില്ല. ആ സമയത്ത് എന്തുകൊണ്ട് ജനസമ്മതി ഇല്ല എന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലാകാതെ പോയി? അല്ല, അവർ സിറ്റിംഗ് MLAമാരാണ്. സിറ്റിംഗ് MLAമാരായതുകൊണ്ട് ആ സിറ്റിംഗ് MLAമാരെല്ലാം മത്സരിക്കട്ടെ എന്നുള്ള പൊതു തീരുമാനം വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മത്സരിപ്പിച്ചതാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഈ നിങ്ങൾ പറഞ്ഞ കുറവുകളൊക്കെ ഉണ്ടാകാം. എന്നാലും സിറ്റിംഗ് MLAമാരെല്ലാം മത്സരിക്കട്ടെ എന്നൊരു വിധത്തിലേക്കുള്ള പൊതു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരെ മത്സരിപ്പിച്ചതാണ്. വമ്പൻ തിരിച്ചടിയായില്ലേ? അതിപ്പോൾ തിരിച്ചടിയായി. അപ്പോൾ അത് തീരുമാനം എടുത്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരുത്താം, അതിലേ പറ്റുള്ളൂ. തോറ്റെടുത്തെല്ലാം അവർക്ക് പാളിച്ചകളുണ്ട് MLAമാർക്ക്. പിന്നെ അല്ല, അതിലെ അവരെ ജയിപ്പിച്ച് മത്സരിപ്പിച്ചല്ലേ പാർട്ടി. അവിടെ പിന്നെ അടുത്ത പ്രാവശ്യം അവർ വീണ്ടും നിൽക്കുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ അതിജീവിച്ച് ജയിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കില്ലേ? ഈ തോൽവിയിൽ അവർക്കും പങ്കുണ്ട്. പിന്നെ അവർക്കല്ലേ വലിയ പങ്ക്. അവർക്ക് വലിയ പങ്കുണ്ട്. കാരണം വെച്ചാൽ അവർ പാർട്ടി ഏൽപ്പിച്ചെന്താ, 5 വർഷക്കാലം MLA 10 വർഷക്കാലം അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യണം. അല്ലാണ്ട് അവരെ സ്ട്രെങ്തൻ ചെയ്യല്ല, പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യണം. അതാണ് ഓരോ ജനപ്രതിനിധി ചെയ്യേണ്ടത്. ആ സ്ട്രെങ്തനിങ് നടന്നില്ല, പാർട്ടി ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. സാധാരണ രീതിയിൽ നമ്മുടെ പാർട്ടി ലീഡർഷിപ്പുള്ളവരൊക്കെയാണല്ലോ ജനപ്രതിയായിട്ട് വരുന്നത്. അങ്ങനെ വരുന്ന ജനപ്രതികളെല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കാനും പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ മുന്നേറാനും കഴിയുന്ന സാഹചര്യം ഒരുക്കി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നേരത്തെ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. അങ്ങനെ പലരും ജയിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചേർത്തലയൊക്കെ നിലനിർത്തി പോന്നു. ചേർത്തല നിലനിർത്തി, ചെങ്ങന്നൂർ എന്നില്ലേ, ചെങ്ങന്നൂർ നിലനിർത്തി, ചേർത്തല നിലനിർത്തി, മാവേലിക്കര നിലനിർത്തി. അവിടെ ഇവർക്ക് 3 പേർക്ക് നിലനിർത്താൻ കഴിയുമെങ്കിൽ ഇവർക്ക് എന്താ നിലനിർത്താൻ കഴിയാമെന്ന്? ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ CPIMൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ MLAമാർക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഇത് MLAമാരുടെ ഭാഗത്ത് നിന്ന് മാത്രമുണ്ടായ ഒരു വീഴ്ചയാണ്. ഈ G സുധാകരന്റെ അടക്കം വിഷയങ്ങളിൽ പാർട്ടി കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല എന്നൊരു വിമർശനം അന്ന് തന്നെ ഉയർന്നു നിന്നിരുന്നു. ഇതൊക്കെ ഇതിനൊരു കാരണമായി നമുക്ക് കണക്കാക്കാനാകുമോ? ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് കണക്ക് കൂട്ടാനാവാത്തൊരു തിരിച്ചടിയായിരുന്നു ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിൽ തന്നെയാണ് ഇപ്പോൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ വരുന്നത്. ഇതിൻ്റെ അതായത് ഈ പ്രശ്നങ്ങൾക്ക് ആദ്യം തുടക്കം കുറിക്കുന്നത് കായംകുളത്തെ സ്ഥാനാർത്ഥിയായ പ്രതിഭയുടെ പ്രതികരണത്തിലൂടെയാണ്. അവർ വ്യക്തമാക്കിയത് പത്തിയൂർ അടക്കമുള്ള, ചെട്ടികുളങ്ങര അടക്കമുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തനിക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചത്. അത്തരത്തിൽ നിസ്സംഗതയായിരുന്നു, അതിൽ പലർക്കും പങ്കുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി, അതായത് നേതൃത്വത്തിന്റെ പിഴവെന്നുള്ള ആ ഒരു സൂചനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ന്യൂസ് 18നോട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒന്ന് ഈ സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമായി മാറി, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അതായത് സിറ്റിംഗ് MLAമാർ സംസ്ഥാനത്ത് മുഴുവൻ മത്സരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഇവിടെ അതായത് തുടക്കം മുതൽ തന്നെ
പരാജയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് സിറ്റിംഗ് MLA-മാർക്ക് എന്നുള്ളത്. അമ്പലപ്പുഴയും അതുപോലെ തന്നെ കായംകുളവും അരൂരും അത്തരത്തിൽ പരാജയ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പ്രാദേശികമായി പാർട്ടി നേതൃത്വങ്ങൾ അരൂരിലടക്കം അക്കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വം സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി എടുക്കേണ്ടതിന്റെ ഭാഗമായി ഇവിടെയും അത്തരം തീരുമാനങ്ങൾ കുറവുകളുണ്ടായിട്ടും എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതായത് ജില്ലയിൽ നിന്ന് പറഞ്ഞ ഒരു അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് മറികടന്ന് സംസ്ഥാന നേതൃത്വം അതിനകത്തൊരു ഇടപെടൽ നടത്തിയത് ഇവിടെ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ വേണം നമുക്ക് നടത്താൻ. അതിനും അപ്പുറത്തേക്ക് ഈ 3 മണ്ഡലങ്ങളിൽ നേരത്തെ സജി ചെറിയാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിസ്സംഗത ഉണ്ടായി എന്ന് നേരത്തെ സജി ചെറിയാൻ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെയല്ല. പ്രവർത്തകർ 5 ലക്ഷത്തിൽ പരം വോട്ടുകൾ CPM-ന് വേണ്ടി പ്രവർത്തകർ ആലപ്പുഴ ജില്ലയിൽ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വോട്ടുകൾ ഈ സ്ഥാനാർത്ഥികൾക്ക് ലഭ്യമായ വോട്ടുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അതേസമയം തന്നെ മാവേലിക്കരയിലും ചേർത്തലയിലും ചെങ്ങന്നൂരിലും ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ഈ മറ്റു മണ്ഡലങ്ങളിൽ നടന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ആലപ്പുഴ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് അവർ പറയുന്നുണ്ട്. കാരണം അതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ നടന്നത്. ആ രീതിയിൽ ഒരു MLA-യുടെ മാത്രം സിറ്റിംഗ് MLA-യുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് ആലപ്പുഴ മണ്ഡലത്തെ വിലയിരുത്താൻ കഴിയില്ല. അതിനകത്ത് മറ്റു ചില അനുകൂല ഘടകങ്ങൾ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതേസമയം അമ്പലപ്പുഴയും അരൂരിലും കായംകുളത്തും MLA-മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള മറു ചോദ്യമാണ് നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ തിരിച്ച് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത്. കാരണം അവിടെ പാർട്ടി എന്നുള്ള രീതിയിൽ ശിഥിലമാക്കപ്പെടുന്നൊരു സാഹചര്യം ഈ മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് MLA-മാർ അവിടെ തുടർച്ചയായി മത്സരിക്കുകയും 5 വർഷക്കാലം ആദ്യഘട്ടത്തിൽ ഇവരെല്ലാം തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളായി കൊണ്ടുവരികയും പുതുമുഖങ്ങളായി മത്സരിച്ച് ജയിക്കുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ അങ്ങനെ ജയിച്ചു വന്നവർ പിന്നീട് അവരുടെ ഒരു ഇത് നിലനിർത്തണമെങ്കിൽ തീർച്ചയായും അവരുടെ ഒരു ഇടപെടൽ ആ മണ്ഡലങ്ങളിൽ കൃത്യമായി ആവശ്യമുണ്ട്. എന്നാൽ ഈ പരാജയം സംഭവിച്ച ഇടങ്ങളിൽ പാർട്ടി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുക, ഒപ്പം തന്നെ പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളൊരു നടപടിക്രമങ്ങൾ കൂടി അവിടെ നടക്കേണ്ടതായിരുന്നു. അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളിൽ ഈ MLA-മാർക്ക് വീഴ്ച വന്നു എന്നുള്ളത് മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് ഇവര് സംഘടനയെ വളർത്തിയില്ല. അതിനോടൊപ്പം തന്നെ മറ്റു രീതിയിൽ കൂടി അവരുടെ പ്രകടനത്തിൽ കൂടി പ്രശ്നങ്ങൾ വന്നതോടുകൂടിയാണ് ഈ പരാജയത്തിലേക്ക് സംഭവിച്ചിട്ടുള്ളത്. അതിൽ പലയിടത്തും ഉയർന്നു വന്നിരുന്ന ആരോപണം അങ്ങനെയായിരുന്നു. അതായത് CPM-ന്റെ ഒരു സംഘടനാ രീതിയിൽ നിന്ന് മറികടന്നുകൊണ്ട് MLA-മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ വിഷയങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നു. ജനങ്ങളുമായുള്ള ജനകീയ അടിത്തറ CPM-ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. കാരണം നേരത്തെ ഒരു വിഷയം പ്രാദേശികമായി ശ്രദ്ധയിൽപ്പെട്ടാൽ പാർട്ടിയുടെ വിവിധ തലങ്ങൾ, അതായത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ വിവിധ കമ്മിറ്റികൾ അറിഞ്ഞാണ് അത് MLA-മാർ ഉൾപ്പെടെ നിന്ന് പരിഹരിക്കുന്നത്. എന്നാൽ പ്രാദേശികമായി ഈ MLA-മാർ എത്തുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ പ്രാദേശികമായി പ്രവർത്തകരെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനോ അവരെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ MLA-മാർ സ്വന്തമായി സ്ട്രെങ്തൻ, അതാണ് നാസർ പറഞ്ഞ വാക്കുകൾ പ്രധാനം. അതായത് അവര് വളരാനല്ല നോക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് സംഘടനയെ കൂടി വളർത്താനുള്ള ശ്രമം ഉണ്ടായില്ല. അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ആലപ്പുഴ CPM-നുള്ളിൽ ഈ തോൽവിയെ സംബന്ധിച്ച് കൂടുതൽ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം നേതൃത്വത്തിനെതിരെ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിനെതിരെ സജി ചെറിയാൻ, നാസർ അടക്കമുള്ള നേതൃത്വത്തിനെതിരെ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. പല പ്രവർത്തകരും അതൃപ്തരാണ്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 62,000 വോട്ട് കിട്ടിയെടുത്തുന്ന 8,000 മുതൽ 5,000 വോട്ട് വരെ ഇടതു വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് കണക്ക് കൂട്ടുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംഘടനാ തലത്തിലുള്ള പരിശോധന ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ആരുടെയൊക്കെ മേൽ ഈ ആരോപണങ്ങൾ മാറും എന്നുള്ളതാണ് ശ്രദ്ധേയം. ശരി, ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.